ഹലോ ഗൈസ്, പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഐഫോൺ എടുക്കാൻ പോയതിൻ്റെ ചെറിയൊരു ബ്ലോഗ് പോലെ സെറ്റപ്പ് കണ്ടിട്ടായിരിക്കണം ഇതിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ കയറി കണ്ടോളോ അതിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഐഫോൺ 16 ഒരു പച്ച കളർ 128. അപ്പോൾ ബ്ലോഗ് ചാനലിലുണ്ടോ, കയറി കണ്ടോളോ, കാണാൻ താല്പര്യമുള്ളവർ. അൺബോക്സിംഗും ഓൾറെഡി അതിൽ കഴിഞ്ഞിട്ടുള്ളതാണ്, എന്നാലും കാണിച്ചു തരാം. ചെറുതായിട്ട് ഫോണുണ്ട്, ഈ കവർ അവിടെ നിന്ന് കിട്ടില്ല കേട്ടോ. കവർ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ടുള്ളതാണ്. പച്ച കളർ ഊരി കാണിച്ചു തരാം കറക്റ്റ് ഏതാ കളറെന്നും കാര്യങ്ങളെന്നൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കേബിൾ ഉണ്ട്, കാരണം ഇപ്പോൾ മേടിച്ചിട്ട് കുറച്ച് ദിവസമായി, അപ്പോൾ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേബിളിൽ കാണാൻ പറ്റില്ല. അതുപോലെ ഒരു സിമ്മി ചിറ്റിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എന്തൊരു പേപ്പറും കാര്യങ്ങളുണ്ട്. സ്റ്റിക്കർ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ബോക്സിനുള്ളിൽ നിന്ന് പറയാനുള്ളത്. എന്തോ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അങ്ങനെ എന്തൊരു സെറ്റപ്പാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ സ്റ്റിക്കർ ഒഴിവാക്കിയിട്ടുണ്ട്. ഫോൺ വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പച്ച കളറാണ് വരുന്നത്. കേസ് നമ്മൾ അവിടെ നിന്ന് എടുത്തതല്ല, വേറെ സെപ്പറേറ്റ് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ അതെ ഈ ഒരു ഫിനിഷിലാണ് ഫോൺ ഇരിക്കുന്നത്. 16 ചെറുതാണ് കേട്ടോ, വളരെ സുഖകരമായിട്ടൊരു പിടുത്താണ് കിട്ടുന്നത്. ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്കയാണ്. പിന്നെ 16 ഓൾറെഡി ഈ ക്യാമറയുടെ പൊസിഷൻ തന്നെയാണ് 16 എടുക്കാൻ തന്നെ ഒരു കാരണം. ഐഫോൺ ആകുമ്പോൾ ഏതാ മോഡൽ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ, ഇത് കാണുമ്പോഴെങ്കിലും എനിക്ക് പറയണല്ലോ 16 ആണെന്നുള്ളത്, ആ ഒരു കാരണം. പിന്നെ ഇതിൽ അവർ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് ഇവരുടെ ഈ ഒരു ക്യാമറ ബട്ടൺ അതാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യാമറയുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഓണായി വരും. പിന്നെ അതിൽ തന്നെ സൂം ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഫങ്ഷൻസ് അങ്ങോട്ടും മാറ്റിയിടാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള എടുത്ത് പറയാനുള്ള കാരണം. പിന്നെ 128 GB സ്റ്റോറേജ് വരുന്നത്. ചാർജിങ് ഒക്കെ ഒരു ദിവസം കഷ്ടി കിട്ടുള്ളൂ. ശരിക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ഡെഡാണ്. അപ്പം അത്രയേ ഉള്ളൂ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൊസിഷൻ മാറും, കാരണം ഈ വീഡിയോയിൽ വളരെയധികം കാക്കയുടെ സൗണ്ട് കിട്ടും, ലവ് ബേർഡ്സിന്റെ സൗണ്ട് കിട്ടും, ചീവിടിന്റെ സൗണ്ട് കിട്ടും. ഇതൊക്കെ കിട്ടും നമ്മൾ, കാരണം ഒരു ഓപ്പൺ ഏരിയയിൽ വന്നിരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ വക സൗണ്ടുകളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പറഞ്ഞ് നിർത്തിയത് ക്യാമറ ബട്ടന്റെ ഒക്കെ സംഭവം തോന്നുന്നുണ്ട്. ഇടയ്ക്ക് ഫോഗും വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, അത് കാര്യമാക്കണ്ട. ക്യാമറ ബട്ടൺ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇത് ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് സാധനം അടിച്ച് സാധനം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതില് ആപ്പിൾ ഇന്റലിജൻസ് 16 സ്റ്റാർട്ടിങ് വിചാരിക്കണു, കറക്റ്റായിട്ട് അറിയില്ല. A18 ഒരു പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ് ഇതിൽ ഇപ്പൊ ഉപയോഗിക്കുന്നത്. 15 പ്രോയിലും പ്രോ മാക്സിലും ഉപയോഗിച്ചിരുന്ന അതേ പ്രൊസസ്സർ നേരെ 16ലേക്ക് കൊണ്ടുവന്നേക്കാണ്. 16 പ്രോയിലും പ്രോ മാക്സിലും വേറെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടേക്കാണ്. ഇനി ഇതിൽ നമുക്ക് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 48 മെഗാ പിക്സലിന്റെയും 12 മെഗാ പിക്സലിന്റെയാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിലും അതേപോലെ തന്നെ 12 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതേപോലെ തന്നെ വരുന്നത് 6.1 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ബാറ്ററി ലൈഫിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു, വൻ ഷോക്കാണ്. അതേപോലെ തന്നെ ചാർജറും 20 വാട്ടിന്റെ അഡാപ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ചാർജ് കയറാൻ നല്ല രീതിയിൽ സമയം എടുക്കേണ്ട, ഇറങ്ങുന്നത് അങ്ങനെ സമയമൊന്നുമില്ല, നമുക്ക് എപ്പോ വേണമെങ്കിലും ഉപയോഗിച്ച് തീർക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും പറയുള്ളത് എന്തെങ്കിലും ബാറ്ററി ലൈഫിനെ കുറിച്ചായിരിക്കില്ലേ. കോംപ്രമൈസ് ചെയ്യാവുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി ഫോണൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, കോംപ്രമൈസ് ചെയ്യാം, അല്ലാണ്ട് പറ്റില്ല. അതാണ് പറഞ്ഞു വരുന്നത്. പിന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ആൻഡ്രോയിഡിൽ നിന്ന് iOSലേക്ക് ചാടിയിട്ടുള്ളത്. അപ്പോ ഫസ്റ്റ് കയ്യിൽ കിട്ടിയപ്പോ ഒരു അന്തം കൊണ്ടില്ലാത്ത രീതിയിലായിരുന്നു കൊണ്ട് നടക്കണ്ടായിരുന്നത്. പിന്നെ പഠിച്ചു വരുന്നു. മെയിനായിട്ട് ഇത് ആരെടുത്തെന്ന് കൂടി അറിയണ്ടേ, അതൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇതിലെ ഇന്റലിജൻസ് ആ സംഭവം എല്ലാവരും പറയണതാണല്ലോ 16 ഏറ്റവും മെയിൻ സംഭവം. അതെന്താണെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ വഴിയെ കാണിച്ചു തരാം. ആദ്യം നോക്കി ഇതിനുള്ളിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് തിരിച്ചു തരാം. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അതിൻ്റെ ഔട്ടും ഐഫോൺ 16 എടുക്കുന്നതാണ് കേട്ടോ. 4K 60 FPS ആണ് ഫ്രണ്ടിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിലായാലും അങ്ങനെ തന്നെയാണ്. ഏത് 4K 60 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ കേസിൽ പറയാൻ മറന്ന പോയ കേസ് എന്ന് പറയുന്നത് 60 Hz ആണ് കേട്ടോ അതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. 120 ചാടുമ്പോൾ അത്യാവശ്യം സീനാണ്, എന്നാലും നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അത്രയൊക്കെ തന്നെ. അപ്പം അതാണ്. ഇനി ഇതിൻ്റെ ബാക്കിലത്തെ ക്യാമറയുടെ ഒരു ക്വാളിറ്റി കൂടി പിന്നെ പിക്ചറും അതെന്തായാലും അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബാക്ക് ക്യാമറയിലാണ് കേട്ടോ. ഏത് 4K 60 FPS വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി വീഡിയോസ് എന്തെങ്കിലും ആഡ് ചെയ്യാം. അത് ഫുള്ളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള തന്നെയാണ് കേട്ടോ. സൗണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി
അപ്പോൾ ഇതിൽ കവർ ഇട്ടിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇത്രയ്ക്കുള്ളൂ കേട്ടോ. കവർ അത്ര വലിയ പൈസ ഒന്നുമല്ല, എന്തായാലും മറ്റേ മഞ്ഞ കളർ ഒന്നും ആവാത്ത കവറാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതില് ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതില് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ പഠിച്ചു വരാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിമ്പിൾ ട്രിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ, എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു വരുന്നു, ബാക്കി അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഈ എന്താ പറയുക ക്യാമറ ബട്ടൻ്റെ കേസ്. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇങ്ങനെ സ്പീഡായിട്ട് ഓൺ ആയി വരുന്ന ഒരു സെറ്റപ്പ്. അതേപോലെ തന്നെ ഒരു 16-ൽ പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളതാണ്, മറ്റേ മ്യൂട്ട് സ്വിച്ച് മാറ്റിയിട്ട് അലർട്ട് സ്ലൈഡർ. ആ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്, കറക്റ്റ് പറയാം. നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ നിലവിൽ അങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പറഞ്ഞില്ല, ഇതെൻ്റെ അനിയനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അവൻ്റെ കയ്യിലാണ് ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളത്. വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് തന്നിട്ടുള്ളതാണ്. നിലവിൽ വേറെ ഒന്നും പറയാനൊന്നും ഇല്ല. അവരുടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഷോർട്ട് റീൽ പോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ചോദിച്ചോക്കാം കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ ഒരു കൂടുതലൊന്നും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. ഇനി ഗ്രീൻ ലൈനോ മറ്റേ ഗ്രീൻ സ്ക്രീൻ റെഡ് സ്ക്രീൻ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്ന് അറിയുന്നില്ല. എന്തായാലും നമ്മളൊരു 1 ഇയർ അഡീഷണൽ പ്രൊട്ടക്ഷൻ പ്ലാനും കൂടി നമ്മൾ ഇതിൽ എടുത്തിട്ടുണ്ട്. ഫോട്ടോസും സാമ്പിൾസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, പുതിയതായിട്ട് വേറെ വീഡിയോയിൽ കാണാം.